കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഓരോ ബോക്സായിട്ടേ കിട്ടത്തുള്ളൂ. ഈ ഒരു ബോക്സിൽ ബെൻഡ് ട്യൂബ് എന്ന് പറയുന്ന സാധനം 100 പീസ് കാണും. ഇതുപോലത്തെ 100 എണ്ണം കാണും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം, നമുക്കത് ഒരു നഷ്ടവുമില്ല. ലൂസ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു പീസിന് തന്നെ അവർ 4 രൂപ 5 രൂപയ്ക്ക് ഇട്ടുകളെ. അപ്പം നമുക്കത് നഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം ബാലൻസ് ഇരിക്കും. നമ്മുടെ ഉപയോഗം കഴിഞ്ഞാലും ഇതെല്ലാം ബാലൻസുകളായിട്ട് നമുക്ക് ഇരിക്കും. അപ്പം നമുക്ക് എത്ര പേർക്ക് വേണേലും ഉണ്ടാക്കി കൊടുത്തുകൂടെ? നല്ല പൈസ വാങ്ങിക്കാം. പക്ഷേ സെറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 350, അതാണ് എൻ്റെ കണക്ക്. ഞാൻ അതിനാണ് കൊടുക്കാറുള്ളത്. ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊച്ചു കുട്ടികൾക്കുള്ള മാലകളാണ്. തീരെ കൊച്ചുകുട്ടികളെന്നല്ല, നമുക്ക് വലിയവർക്കും യൂസ് ചെയ്യാം. അത് പല ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്, കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ള. ഇന്നത്തെ നമ്മുടെ ജ്വല്ലറി കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് ബെൻഡ് പൈപ്പ് മാലയാണ്. അപ്പോൾ ഇത് ഒരുപാട് സെയിലാകുന്ന ഒരു മാലയാണ്. ഇഷ്ടം പോലെ സെയിലാകും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു മാലയാണ്. എങ്കിലും ഇന്നും അതിന് ഭയങ്കര ഡിമാൻഡാണ്. ഡിമാൻഡൊന്നും ഒരു കുറവും വന്നിട്ടില്ല. അപ്പോൾ ആ മാല നമുക്ക് കാണാം. ആദ്യം ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ, ഓരോന്ന് സെറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ബ്രേസ്ലെറ്റ്. അത് ഓരോരുത്തരുടെ കൈയുടെ അളവിന് വേണം നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്യാനായിട്ട്. ഒരാളുടെ സെറ്റായിട്ട് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിള്ളേരുടെ കൈയുടെ വണ്ണം എത്രമാത്രം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചില കുഞ്ഞുങ്ങൾക്ക് ഇത്രയും പൈപ്പ് ഇടേണ്ട ആവശ്യമില്ല, ബെൻഡ് പൈപ്പ് ഇടേണ്ട ആവശ്യം വരില്ല. പിന്നെ അടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഹാങ്ങിങ് കമ്മൽ. ഈ 4 ഹോൾ സ്റ്റോണാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്, കണ്ടോ. അപ്പോൾ ഈ ഇയർ ടാഗ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇയർ ടാഗ് ബാക്കിലോട്ട് തന്നെ ആയിരിക്കണം. അതായത് നമ്മുടെ കാതിലിടുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിലോട്ടല്ലേ അത് വരേണ്ടത്, അതിൻ്റെ ഹൂക്ക്. പിന്നെ ഇതുപോലത്തെ ഇതിനിട്ടേക്കുന്ന കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്താം, എന്നിട്ടേ ഞാനിത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം ഇയർ ടാഗിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ പിന്നെ മാലയ്ക്കൊക്കെ ഒരുപാടൊന്നും കയറില്ല. കൂടിപ്പോൾ ഒരു 10 ബെൻഡ് പൈപ്പ് അത്രയേ കയറത്തുള്ളൂ. ബാക്കിലോട്ട് ഒന്നി നമ്മൾ ഈ ത്രെഡ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെയിൻ ഇട്ട് കൊടുക്കുക. ഇതിന് ഞാനൊരു ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ചെയിൻ്റെ മാലയുടെ ക്വാളിറ്റിയും പിന്നെ അതിനകത്ത് ഇട്ടേക്കുന്ന ചെയിനാണെങ്കിൽ അതിൻ്റേതായ റേറ്റാണ് നമ്മൾ വാങ്ങേണ്ടത്. അടുത്തൊരു കളറാണിത്, ഓറഞ്ച് കളറ്. ഇത് കണ്ടോ, ഇത് ഞാൻ സ്റ്റഡായിട്ടാണ് ചെയ്തേക്കുന്നത്. ചിലർക്ക് പിന്നെ ഈ കൊച്ചു പിള്ളേർക്ക് ഹാങ്ങിങ് മതി, ചിലർക്ക് പിന്നെ സ്റ്റഡായിരിക്കും ആവശ്യം. അതുകൊണ്ട് ഇതിൽ ഞാൻ സ്റ്റഡാണ്. ഈ 4 ഹോൾ വെച്ച് തന്നെ അതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ ഈ ഒരു പശ വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. എല്ലാ സംഭവങ്ങളും ഒട്ടും. അപ്പോൾ സ്റ്റഡ് വേണമെന്നവർക്ക് സ്റ്റഡ്, പിന്നെ ഹാങ്ങിങ് വേണമെന്നവർക്ക് ഹാങ്ങിങ്. അതല്ല, സ്റ്റഡെന്ന് ഉദ്ദേശിച്ചത് ഹാങ്ങിങ് സ്റ്റഡാണ്. അപ്പോൾ പ്ലെയിൻ സ്റ്റഡ് വേണമെന്നവർക്കും നമ്മളൊക്കെ സ്റ്റഡുകൾ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടല്ലോ. ഈ ഗുങ്കുരു വെച്ച് തന്നെ നമുക്ക് സ്റ്റഡുകൾ ചെയ്യാം. അത് നമുക്ക് വേറൊരു ദിവസം ഒരു വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് മാറിയിരിക്കട്ടെ. എത്രമാത്രം കളർ കിട്ടുന്നോ അത്രയും കളറിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പല മോഡലിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ മാത്രമല്ല, ഇതിനൊരു പ്രത്യേക ഭംഗി ഈ ബെൻഡ് ട്യൂബ് പൈപ്പ് മാലയ്ക്കുണ്ട് കേട്ടോ. ബെൻഡ് ട്യൂബ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ചിലർ പറയും ബെൻഡ് പൈപ്പ് എന്ന് പറയും. എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് സാധനങ്ങൾ, ഇതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിതെന്തോ ഇത് കാണുമ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളല്ലോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചേർന്നാണ് നമുക്കൊരു മാല തയ്യാറായി വരുമ്പോഴത്തേക്ക് ഇത്ര ഐറ്റംസ് നമുക്ക് വേണം. ഇത് ബെൻഡ് പൈപ്പ്. ഈ ബെൻഡ് പൈപ്പ് ചെറുതുമുണ്ട് വലുതുമുണ്ട്. അപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെയാണ്, കൊച്ചു പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ പല മോഡലുള്ളതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ കാണിച്ചു തരാം. പിന്നെ അടുത്ത ഇതിന് വേണ്ടുന്നത് ഇയർ ടാഗ്. ഇത് 3 കളറിൽ കിട്ടും കേട്ടോ. ഇത് 3 കളർ. ഈ ഇരിക്കുന്ന സംഭവങ്ങളെല്ലാം 3 കളറിൽ കിട്ടും. നമ്മൾ കൂടുതലും മലയാളികൾ ഉപയോഗിക്കുന്നത് ഗോൾഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഇയർ ടാഗ്, 4 ഹോള്, ബാക്ക് ചെയിൻ, അതിൻ്റെ ലോങ്ങും ഉണ്ട് ഷോർട്ടും ഉണ്ട്. പിന്നെ ഗുങ്കുരു. ഇത് വലിയ സൈസ് ഗുങ്കുരുവാണ്. ഇത് അടുത്തത് ചെറിയ സൈസ് ഗുങ്കുരു ആയിരിക്കും. പിന്നെ നമുക്ക് സൂചി നൂലും വേണം, അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെർട്ടിക്കൽ മുത്ത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ മാത്രമല്ല പല സൈസ് നമുക്ക് ബോളുകൾ വാങ്ങിക്കാൻ കിട്ടും. ബിന്ദി ബോള്, അങ്ങനെയൊക്കെ ഒരുപാട് മോഡൽ കിട്ടും. പിന്നെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ബാക്ക് ത്രെഡാണ്.
അപ്പോൾ ഇത്രയും സംഭവമാണ് നമുക്ക് വേണ്ടത്. പിന്നെ അത്രയല്ല കേട്ടോ, അതാണ്ട് സ്പ്രിങ് കട്ടിങ്സായിട്ട് സ്പ്രിങ് കിട്ടും, ഇങ്ങനെയും കിട്ടും, സ്പ്രിങ്ങായിട്ട് തന്നെ ഇങ്ങനെയും കിട്ടും, അല്ലാതെ കട്ട് ചെയ്തും നമുക്ക് കിട്ടും. അത് ക്വാളിറ്റി നോക്കിയെടുക്കുക, നല്ലത് നോക്കിയെടുക്കുക. ലോക്കലും വരുന്നുണ്ട്, എല്ലാ മോഡലും വരുന്നുണ്ട് വിപണിയിൽ. പിന്നെ പശയില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. അങ്ങനെ ഞാൻ നൂലും സൂചിയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗുങ്കുരു ഇല്ലേ, ഈ ഗുങ്കുരുവൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ അതിൻ്റെ ഒരു മാല വരുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗുങ്കുരു ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ചെയ്തെടുക്കുന്ന ക്രിസ്റ്റലിൽ ചെയ്തെടുക്കുന്ന ഗുങ്കുരുവാണ്. അപ്പോഴും മറ്റൊരാൾക്ക് അത് കാണണമെന്നില്ല. അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കടകളിൽ പോയിട്ട് മാക്സിമം ഇങ്ങനെയൊക്കെയുള്ള വാങ്ങിച്ചെടുക്കാനാണ് നോക്കത്തുള്ളൂ. അപ്പോൾ വാങ്ങിച്ചെടുക്കുന്ന ഗുങ്കുരുവിൽ കുറേ കളേഴ്സ് കാണും, അതെല്ലാവരുടെ കയ്യിലും കാണും, മനസ്സിലായോ? പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ മാത്രമേ കാണത്തുള്ളൂ. അതിനാണ് നമ്മളൊക്കെ പ്രാധാന്യം കൊടുത്തു പോകുന്നത്. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വലിയ സൈസിലൊക്കെ ചെയ്തിട്ടേക്കുന്നത്. ചെറിയ സൈസിൻ്റെ ഒരു പേളിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ബെൻഡ് പൈപ്പിൽ ചേരുന്ന ഗുങ്കുരു ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറൂണും ചേരും, പേൾ ഗുങ്കുരുവും ചേരും. പേൾ വരുന്നുണ്ട് ഇതിൻ്റെ ഗുങ്കുരു, അതും ചേരും, ഗ്രീൻ ചേരും. മറ്റ് കളറൊക്കെ നമ്മൾ ആ ഡ്രസ്സിനനുസരിച്ചല്ലേ എടുക്കത്തുള്ളൂ. ഈ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇതൊക്കെ തന്നെ, ഈ 3 കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇനിയിപ്പോൾ പറഞ്ഞ് ഇരുന്ന് താമസിക്കണ്ടല്ലോ. ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ബാലൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾ എൻ്റെ സംഭാഷണം ബോറടിക്കുന്നെങ്കിലും നിങ്ങളത് പറയണേ. അപ്പം ഞാൻ സംഭാഷണം അടുത്ത വീഡിയോയിൽ കുറയ്ക്കുന്നതായിരിക്കും. ഇത് നമ്മൾ കൂടുതൽ എടുക്കുക. ഞാൻ നേരത്തേക്ക് പിന്നെ സൂചിയിൽ നൂലിലോട്ട് കയറ്റി വെച്ചിട്ടുള്ള സൂചി, ഇതുപോലൊരു 10-12 സൂചി കയറ്റി അങ്ങ് ഇടുക. ആവശ്യത്തിന് ഇതുപോലെ നീക്കി അങ്ങ് എടുക്കാം നമുക്ക്. ഇതെന്തിനാണെന്നറിയാം, ഇതിൽ നമ്മൾ കമ്മലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ അങ്ങ് എടുത്തതാണേ. ഇനി ഒരു കടമ്പയെന്ന് പറഞ്ഞാൽ ഈ ഒരു പശ തേപ്പാണ്. എൻ്റെ പൊന്നോ, കൈയൊക്കെ ഉണ്ടല്ലോ അങ്ങ് വൃത്തികേടായിപ്പോവും. പക്ഷേ ഇത് വേണമല്ലോ നമുക്ക്, അതില്ലാതിരിക്കാനും പറ്റില്ല. പശ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഒരു കാരണവശാലും പശയ്ക്ക് ലുപ്തത്തരം കാണിക്കരുത് ആരും. പശ നല്ലവണ്ണം തേച്ചാൽ മാത്രമേ നമ്മുടെ മാല നല്ല രീതിയിൽ കിടക്കുള്ളൂ. അതാണ് ഈ പശ കൊണ്ടുള്ളൊരു ഗുണം. പിന്നെ കൈ ഒരു ഭയങ്കര വൃത്തികേടാവും. പിന്നെ ഇതിനെ പെട്ടെന്നൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട. കാര്യം ഇവരെ ഒരു 2 സെക്കൻഡ് ഇവരെ ഉണങ്ങാൻ അനുവദിക്കുക. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ കുരുങ്ങിപ്പോവും. കെട്ട് പിന്നെ വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അഴിക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ പശ തേച്ചതായതുകൊണ്ട് കേട്ടോ. ഗുസ്തിക്കൊന്നും പോവുമല്ല ഞാൻ. എന്തോ പറയുക. ഈ ഹൂക്ക് ആൻഡ് ചെയിൻ എന്ന് പറഞ്ഞല്ലോ, അത് ചെറുതും കിട്ടും വലുതും കിട്ടും കേട്ടോ. ഇങ്ങനെ ഇരിക്കും അത് സംഭവം. ഒരു എൻഡിൽ ആദ്യം നമ്മൾ ഒരു എൻഡിൽ കെട്ടുക, അവസാനം കൊണ്ടുവന്ന് ഈ എൻഡിൽ കെട്ടുക, അവസാനം കൊണ്ടുവന്ന് ഈ ഒരു ഇതിലേക്കും കെട്ടുക. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളിപ്പോൾ ബാക്ക് ത്രെഡ് ഇടുന്നതല്ലേ കാണിച്ചു തരേണ്ടത്, അതോ ഈ ഹൂക്ക് ആൻഡ് ചെയിനിൽ വേണോ? അപ്പോൾ അതായത് ബാക്ക് ത്രെഡിന് കണ്ട ഫിഷ് ഹൂക്ക് ഓൾറെഡി ഉണ്ട് അതിനകത്ത്. അപ്പം നമുക്കിതിനകത്തോട്ട് ഒരു കണ്ണിലേക്ക് ലാസ്റ്റ് ഒരു കണ്ണി ഇങ്ങനെ ഓപ്പൺ, ഇതാണ് ഈ ഫിഷ് ഹൂക്ക് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാമേ. ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫിഷ് ഹൂക്കിനെ നമുക്കിപ്പോൾ കെട്ടാം. ഇവിടെ ഇതിനങ്ങ് മാറ്റുകയാണ്, ഫിഷ് ഹൂക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇട്ടാൽ മതിയല്ലോ നമുക്ക്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പറയുന്നുണ്ട് നൂല് കാണാൻ പറ്റുന്നുണ്ട്. പലരും എനിക്ക് ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നൂല് കാണാൻ പറ്റുന്ന അതെന്ത് ചെയ്യുമെന്നുള്ളത്. ഇത് ശ്രദ്ധിച്ചോ. വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ആണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. നമ്മളിങ്ങനെ കെട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ പശ ഉണ്ടെങ്കിൽ ഇവരൊക്കെ നല്ല ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുകയാണ് കണ്ടോ. ഇങ്ങനെ കെട്ടുക. അപ്പോൾ ഒരു 2 കെട്ടിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. ഒരുപാട് കിടന്നങ്ങ് കെട്ടണ്ട. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് പറയാം, ഈ നൂല് കട്ട് ചെയ്യരുത്. ചിലരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് മാറ്റും. അപ്പോഴാണ് ആ ഒരു ഫാൾട്ട് കാണാൻ പറ്റുന്നത്. ബാക്കിൽ ഒരു ഭംഗിയായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈ പശ തേക്കുക. പണ്ടൊക്കെ സ്റ്റിഫാസ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പശ. പിന്നെ ഫെവി ബോണ്ടായി അതൊക്കെ മാറി ഇപ്പോൾ B7000 എന്ന് പറയുന്ന ഒരു പശയാണ്. പക്ഷെ അത് നല്ല പശയാണ്, നമ്മുടെ കമ്മലുകളൊക്കെ ഒട്ടിക്കാൻ പറ്റിയതാണ്. ഇങ്ങനെ തേച്ച് ഒന്നാക്കി അങ്ങ് വയ്ക്കുക.
എന്നിട്ട് ഇതിൽ നിന്ന് ഒരു വെർട്ടിക്കൽ മുത്ത്, എപ്പോഴും ജ്വല്ലറി ചെയ്യുമ്പോൾ ഇങ്ങനൊരു മുത്ത് അതിൻ്റെ എൻഡിൽ കൊടുത്തിരിക്കണം, നൂലിൻ്റെ എൻഡിൽ കൊടുത്തിരിക്കണം. കണ്ടോ? ഇനി നമ്മുടെ നൂല് ആർക്കെങ്കിലും കാണാമോ? കാണാൻ പറ്റില്ല. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ബെൻഡ് പൈപ്പ്, ബെൻഡ് ട്യൂബ് മാല. പിന്നെ വളഞ്ഞ ബെൻഡ് ട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ സൂചിയൊന്നും കയറത്തില്ല കേട്ടോ, അതിങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂചി എങ്ങനെ കയറത്തില്ല. അതിന് വേറെ വഴിയുണ്ട്, അതപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ബെൻഡ് പൈപ്പ് ഇട്ടു. ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു വെർട്ടിക്കൽ മുത്തിട്ട് കൊടുക്കുന്നു. ഇത് അത്ര അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാൻ പോവാണ്. ഇപ്പം ഞാൻ സ്പ്രിങ് അല്ലേ എടുത്തേക്കുന്നത്, സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ പണ്ട് എനിക്ക് ഷോപ്പുള്ളപ്പോൾ വന്നിട്ട് പറയുന്ന, ചേച്ചി സ്പ്രിങ് ഇച്ചിരി വലിയതുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ ഇപ്പോൾ വലുതൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ, കട്ടിങ്സ് വലുത് വരുന്നുണ്ട്, എല്ലാ സൈസും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ അന്നത്തെയൊക്കെ കാലത്ത് ഈ സ്പ്രിങ് ആയിരുന്നു നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട്. അപ്പോൾ അവർ ചോദിക്കും വലിയ സ്പ്രിങ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും വലിയ സ്പ്രിങ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സ്പ്രിങ്ങിനെ നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കുക. കണ്ടോ? എന്നിട്ട് ഇതിനെ പിടിച്ച് നമുക്ക് എത്രമാത്രം മുത്ത് ഇടുന്ന ഗുങ്കുരു ഇടാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചാണ് നമ്മളിതിനെ തിരിച്ചു കൊടുക്കുന്നത്. അതായത് ഇതിനെ നല്ല സ്ട്രോങ്, ഈ വലത് കൈ കൊണ്ട് സ്ട്രോങ് പിടിച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. ഈ സ്പ്രിങ് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. അപ്പോഴിത് ഓൾറെഡി വലുതാവും. കണ്ടോ? വലുതാകുന്നുണ്ടോ? എന്നിട്ട് പിന്നെ നമ്മൾ ഇവരെല്ലാം നേരാവണ്ണമൊക്കെ ആക്കി കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇരുന്ന സ്പ്രിങ്ങാണ് ഇതിപ്പോൾ ഇത്രയും വലുതാക്കി എടുത്തേക്കാണ്. ഇനി ഇതിനെ വലുതാക്കി എടുക്കാൻ പറ്റും. സൈഡൊക്കെ വളഞ്ഞിരിക്കുന്നതിനൊക്കെ ഒന്ന് നൂത്തൊക്കെ വയ്ക്കുക. ഇങ്ങനെയൊക്കെ നൂത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഓൾറെഡി സ്പ്രിങ് വലുതായി. വലുതായി. അപ്പോൾ ഇതിന് നമ്മൾ ഈ വലിയ ഗുങ്കുരു ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത്, ഈ ബെൻഡ് മാലയുടെ അതിനകത്ത് ഇട്ടേക്കുന്നത് 10 എണ്ണമാണ്. അപ്പോൾ നമ്മൾക്ക് 10 ഗുങ്കുരു ഇതിനകത്ത് ഇടാം. ചെറുതാണെങ്കിൽ ഒരു 10-20 എണ്ണം ഇടേണ്ടി വരും. നമ്മൾ ഉണ്ടാക്കുന്ന ക്രിസ്റ്റലാണെങ്കിൽ ഒരു 7 എണ്ണം ഒക്കെ ഇട്ടാൽ മതിയാവും. കാരണം 6 mm ക്രിസ്റ്റലാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ 10 പറഞ്ഞുകൊണ്ട് നിങ്ങൾ 10 തന്നെ അങ്ങ് ഇടണമെന്നില്ല. കൂടുതലിട്ടാൽ അത്രയും ഭംഗിയായിരിക്കും, നല്ലൊരു കാണാൻ നല്ല ലുക്കുണ്ടായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഇതിൻ്റെയൊക്കെ വില അനുസരിച്ച് 10 ഇട്ടാൽ മതിയെന്നേ, അതിൽ കൂടുതലൊന്നും ഇടണ്ട. പിന്നെ ഈ ഗുങ്കുരു എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സ്ട്രിങ്ങായിട്ട് വേണമെന്നുള്ളവർക്ക് എടുക്കാം. പക്ഷെ അത് ഗ്രാം കണക്കാണ് അവർ പറയുന്നത്. അപ്പോൾ ഗ്രാമിന് അവർ നല്ല വില ഇടാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്, ഞാനൊക്കെ കണ്ടുപിടിച്ച ഗുങ്കുരു ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പിന്നെ നമുക്കൊരു വെറൈറ്റി ആയിരിക്കുമല്ലോ ആ ഒരു മാല കാണാൻ. 10 ആയോ എന്നുള്ള എണ്ണി നോക്കുക. 3, 3, 6, 9, 10, ഒരു 11 കയറിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എന്നിട്ട് ഇത് 4 ഹോൾ എന്ന് പറയും. ഇത് വളരെ ചെറിയൊരു സംഭവമാണ്. സ്റ്റോൺ കണ്ടോ? സ്റ്റോൺ നല്ല ഷൈനിങ് കാണും, ചത്ത സ്റ്റോണും കാണും. അതായത് സ്റ്റോണിൻ്റെ കല്ലിന് ഒരു തിളക്കവും ഇല്ല. അത് മഞ്ഞ കളറിൽ കിടക്കുന്നൊരു സ്റ്റോണുണ്ട്, അത് ലോക്കലാണ്. അപ്പോൾ ഈ സ്റ്റോൺ നല്ല തിളക്കമുണ്ട്. അപ്പോൾ അത് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാല ഇട്ടുകൊണ്ട് പോകുന്നവർക്ക് നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട്. ആ സ്റ്റോണിന് തിളങ്ങും, നന്നായിട്ട് കാണാൻ പറ്റും നമുക്ക്, മറ്റേ തിളങ്ങത്തില്ല. എന്നിട്ട് ഇതിൻ്റെ ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നോക്കണം കേട്ടോ. ഈ വെട്ടത്ത് വെച്ചിട്ട് ഇതിനെല്ലാ ഹോളും ഉണ്ടോ എന്ന് നോക്കണം. നമ്മളെ സംബന്ധിച്ച് ഇതിന് 2 വശത്തോളം ഹോൾ മതി, മേളിലും താഴെ. ഇപ്പുറത്തൊരു ഹോളില്ലെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. അതിനെ തിരിച്ചിട്ടിട്ട് ഹോളുള്ള ഭാഗം എടുക്കുക. എങ്കിലും നമ്മൾ നോക്കണം. കാര്യം ലാസ്റ്റ് നമ്മൾ വർക്ക് തുടങ്ങുമ്പോഴത്തേക്ക് ഹോളില്ലാത്ത മേളിൽ നമുക്ക് കൊരുത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ ഹോൾ കാണത്തില്ലെങ്കിൽ പിന്നെ ഇതിനെ മാറ്റേണ്ടി വരുമില്ലേ. അതുകൊണ്ടാണ് നേരത്തെയൊക്കെ നോക്കി ക്ലിയർ ചെയ്ത് പോകാൻ പറയുന്നത്. അപ്പോഴും കണ്ടോ, ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കുക. ഇതുപോലെ നമ്മൾ 10 എണ്ണം ഉണ്ടാക്കുക. 10 4 ഹോളിൽ ഗുങ്കുരു ഇട്ട് എടുക്കുക. അങ്ങനെ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ 10 4 ഹോളിൽ ഗുങ്കുരു ഇട്ടങ്ങ് എടുക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഭവം. അതിന് ശേഷമാണ് നമ്മൾ നൂല് സൂചിയൊക്കെ എടുത്ത് എല്ലാം പശയൊക്കെ തേച്ച് നല്ല കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വർക്ക് അങ്ങ് തുടങ്ങും. അപ്പോൾ നമ്മുടെ വർക്ക് ഭയങ്കര സ്പീഡിലാക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് ഞാൻ കുറേ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കാണ്. ഗുങ്കുരുവിൻ്റെ സെറ്റായിട്ട് ഉണ്ടാക്കിയിട്ടേക്കാണ്.
പേൾ ഗുങ്കുരു നിങ്ങളെ കാണിച്ചു തരട്ടെ. ഇത് കണ്ട, പേളിന് ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ? കണ്ട, ഇങ്ങനെ ഇരിക്കും പേൾ ഗുങ്കുരു. അപ്പോൾ അതായത് ഈ കൊച്ചു ഗുങ്കുരു ഇട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മോഡലിലായിരിക്കും ഇരിക്കുന്നത്. അതിന് ഒരു ഭംഗിക്കുറവൊന്നുമില്ല, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാനൊക്കെ എങ്ങനെയാണെന്നറിയാമോ, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പരീക്ഷണം നടത്തുന്നത്, ഇപ്പോൾ ഈ നൂല് ഞാൻ പരീക്ഷണം നടത്താൻ പോവാണെന്ന് വിചാരിച്ചോ. പരീക്ഷണം നടത്തുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ വെർട്ടിക്കലിട്ട് ഇതിലേക്ക് പേള് കൊടുക്കാൻ പോവാണ്. സ്റ്റോൺ മുന്നോട്ടായിരിക്കണേ, അത് കണക്കാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. എന്നിട്ട് അടുത്ത ഒരു വെർട്ടിക്കലിട്ട് ഒരു 2-3 ചെയ്താലേ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് കണക്കാക്കി ഒരു 3 ചെയ്യണേ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ മാറ്റും കേട്ടോ. ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതാണ് ആവശ്യം. നിങ്ങൾക്ക് ഈ പേളിലൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം. അടുത്ത ബെൻ ട്യൂബ് ഇടുക. അപ്പോഴല്ലേ ഈ വെർട്ടിക്കൽ ഇട്ടോണം കേട്ടോ. വെർട്ടിക്കൽ ഇടുന്നത് എന്തിനാണെന്നറിയോ, അത് വേണം, അത് അത്യാവശ്യമായ കാര്യമാണ്. പിന്നെ ക്രിസ്റ്റൽ വേണേലും ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഈ വെർട്ടിക്കലിൻ്റെ സ്ഥാനത്തെ ഈ ക്രിസ്റ്റൽ വേണേലും ഇടാം. പേളാണ് കണ്ടോ, പേളിട്ട് ചെയ്തതാണ്. അപ്പം കണ്ടല്ലോ. അപ്പം എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, കഴിവതും നമ്മൾ ബോക്സായിട്ട് തന്നെ എടുക്കുക. കാര്യം വെച്ചാൽ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് കുറച്ച് ഓർഡറൊക്കെ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഒരു കാരണവശാൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു കുട്ടിക്ക് ചുമന്ന ഡ്രസ്സാണ്, അവർ വീട്ടുകാർ വന്ന് പറയാം ചുമന്ന ഡ്രസ്സാണ്, അപ്പോൾ അതിന് കണക്കാക്കിയുള്ള ചെയ്തു തരണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ, നിങ്ങൾ പോയിട്ട് ചുമന്ന 4 ഹോൾ എടുക്കാൻ ഓടും. ചുമന്ന ഈ റെഡ് കളറ് അത് ഒരിക്കലും എടുക്കരുത്. കാര്യം എന്ന് വെച്ചാൽ ആ ചുവപ്പിന് ആ ഒരു കുട്ടി മാത്രമായിരിക്കും അവകാശമായിട്ട് വന്നേക്കുന്നത്. അപ്പം നമ്മുടെ ആ ബോക്സ് അവിടെ വെറും വേസ്റ്റായിട്ടിരിക്കും. അപ്പോഴെന്ത് ചെയ്യണം, നമ്മളെപ്പോഴും വൈറ്റ് തന്നെ എടുക്കണം. വൈറ്റ് വരുമ്പോഴത്തേക്ക് എന്തെന്നറിയാം, ഏത് കളർ ഗുങ്കുരും ഇതിൻ്റെ അടിയിലോട്ട് ചെയ്ത് കൊടുത്തേച്ചാൽ മതി, അടിയിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കളറായല്ലോ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കളർ എടുക്കല്ലേ, ഒരു കാരണവശാലും എടുക്കല്ലേ. അങ്ങനെ വാശിയാണ് എനിക്ക് കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അത് ഉപയോഗം മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കണക്കാക്കി എടുക്കാവൂ. എപ്പോഴും നമുക്ക് വരുന്നത് വൈറ്റ് സ്റ്റോൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗുങ്കുരു കളർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നഷ്ടമില്ലല്ലോ. അപ്പോൾ ഈ ഗുങ്കുരു ഈ വൈറ്റ് പേളും കൊള്ളത്തില്ലേ. എന്നാൽ വിഷു ഓണം ഒക്കെ വരുമ്പോഴത്തേക്കൊക്കെ കുട്ടികൾക്ക് ആ പാവാടയുടെ കൂടെ ഒക്കെ നന്നായിരിക്കില്ലേ ചെയ്ത് വെച്ച്. അല്ല ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ നമ്മൾ ഇത് മാറ്റുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഓരോന്നോരോന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ ഒരു നൂലിൽ തന്നെ നമ്മുടെ പരീക്ഷണങ്ങൾ നടക്കും. നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ആ ഫൈനലിൽ കൊണ്ടുവന്ന് കൊടുക്കാനും പറ്റും. പിന്നെ ഗുങ്കുരു ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലവണ്ണം ആ സ്പ്രിങ് പ്രസ് ചെയ്തിരിക്കണേ, അല്ലെന്നുണ്ടെങ്കിൽ പൊഴിഞ്ഞു പോകും. അവസാനം നമ്മളൊരു ഫംഗ്ഷന് ചെന്ന് നിൽക്കുമ്പോൾ 20 അല്ലെങ്കിൽ 10 ഇട്ട സ്ഥാനത്ത് 2 3 ആയിട്ടൊക്കെ നിൽക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ബ്ലൂ കളറിൻ്റെ ബെൻ ട്യൂബ് പൈപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് ഞാനൊരു വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ടിങ് നമ്മൾ വെർട്ടിക്കൽ ഇട്ടിട്ടുണ്ട്, ഒരു ബെൻഡ് പൈപ്പ് ഇട്ടിട്ട് വീണ്ടും ഒരു വെർട്ടിക്കൽ ഇട്ടിട്ടുണ്ട്, ഈ ഒരു ഗുങ്കുരും കൂടി ഇട്ട് കൊടുത്തു. എന്തിനാണ് ഈ ഗുങ്കുരു ഈ വെർട്ടിക്കൽ ഇടുന്നത്? വെർട്ടിക്കൽ മുത്ത് 4 mm ഇടാം, 6 mm ഇടാം, ഒരു കുഴപ്പമില്ല. അത്രയും വലുതിടരുത്. ഏകദേശം അനുയോജ്യമായ വിധത്തിലുള്ള വെർട്ടിക്കൽ മുത്തുകളെ ഇടാവും. അപ്പോൾ 3 ഗുങ്കുരു ഇട്ടിട്ടുണ്ട്. ഈ വെർട്ടിക്കൽ ഞാൻ ഇട്ട് എന്തിനാണെന്നറിയാം, ഈ വെർട്ടിക്കൽ ഇട്ടില്ലെങ്കിൽ ആ പൈപ്പിനകത്തൂടെ കയറി അപ്പുറത്ത് പോകും. അത് ഓടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എന്തും ബ്ലോക്ക് ചെയ്തേക്കുന്നത് ഞാൻ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന 4 ഹോളിൽ ഇതിടാൻ പോവാണ്. ഇത് കൊച്ചു കമ്മലുണ്ടാക്കാം കേട്ടോ, ഇങ്ങനെ വെച്ച് തന്നെ കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ. അടുത്ത ഈ സ്ഥലത്ത് 3 ഇട്ടില്ലേ, അതുപോലെ ഈ സ്ഥലത്ത് 3 ഗുങ്കുരും കൂടി ഇടുകയാണ്. ഇവിടെ വെർട്ടിക്കൽ മുത്തിട്ടു, 3 ഗുങ്കുരു ഇട്ടു, നമ്മുടെ 4 ഹോൾ ഇട്ടു. അത് കഴിഞ്ഞ് വീണ്ടും 3 ഗുങ്കുരു ഇട്ടിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒരു വെർട്ടിക്കലും കൂടി ഇടുകയാണ്. വെർട്ടിക്കൽ ഇടുന്ന മനസ്സിലായാലും എന്തിനാണെന്ന്, ഈ മേളിലിട്ടേക്കുന്ന ഗുങ്കുരുകൾ അപ്പുറത്തും ചാടാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ. ഇനി നമ്മൾ ഒരു ബെൻഡ് പൈപ്പ് കൂടി ഇട്ട് പോവാണ്. കണ്ടോ, ഇതുപോലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ തുടർന്ന് ഇതേ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ട് നിങ്ങളെ ഫൈനൽ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് 9 4 ഹോളിൻ്റെ ഗുങ്കുരു ഇട്ടതും
10 ബെൻഡ് ട്യൂബുമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. 10 ബെൻഡ് ട്യൂബുമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഒരു ശരാശരി ഒരാൾക്ക് ഇത്രയാണ് ആവശ്യം. പിന്നെ ഓരോരുത്തരുടെ കഴുത്തിൻ്റെ അളവനുസരിച്ച് കൂട്ടിയും കൊടുക്കാം, കുറച്ചും കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അവസാനിപ്പിക്കുന്ന സീനാണ് നിങ്ങൾക്ക് കാണേണ്ടത്. അതാണ് മിക്ക ആൾക്കാർക്കും ഒരു പ്രയാസമായിട്ട് കണ്ടത്. ഈ അവസാനിപ്പിക്കാൻ നേരത്ത് നമ്മൾ കുറച്ച് പശ തേച്ചോണേ. കാരണം ഇതുവരെയുള്ളവരുടെ ശക്തിയൊക്കെ പോയിട്ടുണ്ടാകും. പശ തേച്ചാൽ മാത്രമേ നല്ലവണ്ണം വലിച്ചാലൊക്കെ ഇങ്ങോട്ട് വലിഞ്ഞു വരത്തുള്ളൂ. അല്ലെങ്കിൽ ലൂസായി പോവേ. അപ്പോൾ അവസാനം നമ്മൾ ആദ്യം എന്ത് ചെയ്തു അതുപോലെ തന്നെ അവസാനത്തെയും കാണിച്ചിരിക്കണം. നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തെറ്റ് ചെയ്തു എന്ന് പോയി, ആ തെറ്റ് തന്നെ ഈ സൈഡിലും വരുന്നുണ്ട്. ദോഷമൊന്നുമില്ല, അഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാ അങ്ങനെ നമ്മൾ വെർട്ടിക്കൽ മുത്തിട്ട് ഈ ഒരു കൊളുത്തുമായിട്ട് ഇതാ കണക്ട് ചെയ്തു. ഇനി ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കൂടെ കയറാം. ഇപ്പോഴൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നോക്കിക്കോണേ. അതായത് ഇതുപോലൊക്കെ കയറിയിരിക്കും ഇപ്പോൾ പശ തേച്ചതായതുകൊണ്ട്. ഈ ബാക്ക് സൈഡിലെ ഫിനിഷിംഗ് ആണ് എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഈ സെക്കൻഡ് റൗണ്ട് വരുമ്പോഴത്തേക്ക് ഫിനിഷിങ് എല്ലാവർക്കും ഒരു പ്രശ്നമായിരിക്കും. കണ്ടോ, ഞാൻ 2-3 പ്രാവശ്യം ഞാൻ കുരുക്കിട്ടതാണ് ഈ ഹോളിനകത്തൂടെ. അവിടെ ഇട്ട് കെട്ടരുത് ദേവി. ചെയ്ത് അവിടെ ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ അതൊരു അറിയാൻ പറ്റും, ഈ കെട്ടറിയാൻ പറ്റും. ഈ ബെൻഡ് പൈപ്പ് വഴി നമ്മൾ താഴോട്ടങ്ങ് കയറുകയാണ്. കണ്ടോ, അപ്പോഴും നമ്മൾ ഇതൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അറിയേയില്ല. കണ്ടോ, ഈ കെട്ട് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ആദ്യത്തെ കെട്ടും ആർക്കും കാണാൻ പറ്റത്തില്ല, ഈ അവസാനത്തെ കെട്ടും ആർക്കും കാണാൻ പറ്റില്ല. ഇവിടെ ഇട്ട് നമുക്ക് കെട്ടാം. ഇച്ചിരി കൂടുതൽ നൂലെടുത്തേക്കുന്നതുകൊണ്ടാണ് കുറച്ച് താമസം വരുന്നത്. ഇവിടെ ഇട്ട് കെട്ടുമ്പോഴും ലൂസാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാണ് ഈ പശ തേക്കുന്നത്. അപ്പോൾ അവിടെ ലൂസാകത്തില്ല. കണ്ടോ, വേണമെങ്കിൽ തിരിച്ച് ഒരു റൗണ്ട് കൂടെ നമുക്ക് ഇതിനകത്തൂടെ കയറാം. എന്നിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്താലും ആ ഒരു പ്രശ്നമില്ല, തിരിച്ച് പോകുമൊന്നുമില്ല. അത് ഇത്രയും കണ്ണിയൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഈ 2 കണ്ണിയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ 2 കണ്ണി എടുത്ത് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഇപ്പുറത്തും 2 കണ്ണി, ബാക്കി കണ്ണിയൊക്കെ വെച്ച് നമുക്ക് ഇതുപോലൊക്കെ ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാം. എന്നിട്ടാണ് നമ്മളിനി ഈ ബാക്ക് ത്രെഡ് കണ്ട് ഇങ്ങനത്തെ ഫിഷ് ഹൂക്കുള്ളത് കിട്ടുമല്ലോ, അതങ്ങോട്ട് ഇടുക. ഫിഷ് ഹൂക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിങ് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഫിഷ് ഹൂക്ക് ഉള്ളതായിരിക്കും നല്ലതെന്ന്, അതായിരിക്കും നല്ല എളുപ്പം, പണി തീരുവങ്ങ്. ഓക്കേ, ഇതാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. ലോങ് ആയിട്ടുള്ള ബാക്ക് ത്രെഡ് ബാക്ക് ചെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ചെറിയ ഹൂക്ക് ആൻഡ് ചെയിൻ വരുമ്പോഴാണ് നമുക്കിത് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും ബെൻഡ് പൈപ്പ്. കാരണം വെച്ചാൽ ഇവിടെ കാണാൻ പാടില്ലല്ലോ. ഇതാകുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ കഴുത്തിൽ മാല കിടക്കുന്നുണ്ട്. അപ്പോൾ മാല പഠിച്ചു അല്ലേ? ഇതെല്ലാവരും ചെയ്യണേ. ഇനിയിപ്പോൾ എന്താണ്, നമുക്ക് ബ്രേസ്ലെറ്റും സെയിം തന്നെയാണ്. ഇതേ രീതിയിലാണ് ബ്രേസ്ലെറ്റ് ചെയ്യുന്നത്. ബ്രേസ്ലെറ്റ് കണ്ടല്ലോ നിങ്ങൾ. ബ്രേസ്ലെറ്റ് ചെയ്യുമ്പം ഇതൊരു മാഗ്നറ്റിക് ആണ് ഇട്ടേക്കുന്നത് കേട്ടോ, ആരുടെയും സഹായം ഇല്ലാതിരിക്കാൻ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കൊടുത്തേക്കാണ്. ഒരു ചെയിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് വേണമല്ലോ, എങ്കിലല്ലേ ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി കമ്മൽ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് എന്തായാലും വേണം. കമ്മലിന് വേണ്ടി 2 4 ഹോൾ സെറ്റ് ചെയ്തിട്ടേക്കാണ് ഞാൻ. ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്തിടണേ. എന്നിട്ട് അടുത്ത ഒരു വെർട്ടിക്കൽ ഇട്ട് കൊടുക്കുന്നു. നമ്മൾ മാലയിൽ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ കമ്മലിന് ചെയ്തിരിക്കുക. കമ്മലിന് കണ്ടിട്ടേക്കുന്നത് ആദ്യം ഒരു ബെൻ ട്യൂബ്, അത് കഴിഞ്ഞ് ഒരു വെർട്ടിക്കൽ മുത്ത്, 3 ഗുങ്കുരു, പിന്നെ 4 ഹോൾ സെറ്റ്, അടുത്ത വീണ്ടും ഒരു 3 ഗുങ്കുരു. ഇവിടെ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കമ്മൽ ചെയ്യുന്നത്. പിന്നെ ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ജിമുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ, ഈ ഭാഗത്ത്. എന്നിട്ട് നമ്മളിതിനെ കൂട്ടിക്കെട്ടുക. കമ്മൽ നമ്മൾ മറ്റേ കമ്മൽ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് ഈ പശ തേച്ച് ഈ നൂലിനെ ഒന്നാക്കി അങ്ങ് എടുക്കുക. അതിനൊന്നും അവിടെ വെച്ച് കട്ട് ചെയ്യാൻ പോകരുത്.
എന്നിട്ട് ഒരു വെർട്ടിക്കൽ മുത്തിടുക. പശ ഒന്ന് ഉണങ്ങാനൊക്കെ അനുവദിച്ചാൽ മാത്രമേ അതവിടെ ഇരിക്കത്തുള്ളേ. ഇങ്ങനെ ഇരിക്കും കമ്മൽ. ഇനി നമ്മൾ ഈ ഹാങ്ങിങ്സ് ആദ്യം നോക്കണം, നമ്മുടെ സ്റ്റോണിൻ്റെ വശ എവിടെ കിടക്കുന്നു എന്നുള്ളത് നോക്കണം. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു റിങ് കൊടുത്ത് ഇടാം. ഞാൻ സാധാരണ അതിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഹൂക്ക് ആൻഡ് ചെയിൻ്റെ ഒരു റിങ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കെട്ടാം. അപ്പോഴും നമുക്കിത് അഴിക്കാം, ഇങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ടതിനെ വീണ്ടും കൂട്ടിക്കെട്ടുക. നൈലോൺ ത്രെഡാണെങ്കിൽ കാണുകയില്ല, ഈ കെട്ടുന്നൊന്നും കാണത്തില്ല. നല്ലോണം കട്ട് ചെയ്യുക. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഈ ഇയർ ഹൂക്കിൻ്റെ ഈ ഒരു വശം ഉണ്ടല്ലോ, അതിനൊന്ന് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ. എന്നിട്ട് നോക്കണം ഏത് വശത്താണ് നമ്മുടെ സ്റ്റോൺ എന്നുള്ളത്. എന്നിട്ടത് ബാക്ക് സൈഡിൽ വരത്തക്ക വിധത്തിൽ കൊടുക്കുക ഇയർ ഹൂക്ക്. പിന്നെ അത് ക്ലോസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ മറന്നു പോരുത്. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണല്ലോ ഇതിനെ അങ്ങോട്ട് കയറ്റി വിട്ടത്, ഈ സ്പ്രിങ്ങിനെ. എന്നിട്ട് നന്നായിട്ട് ഓപ്പൺ ചെയ്യണം. ഈ മുത്തിത്തിരി മേളിലോട്ട് മാറ്റിയിട്ട് വേണം അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ. കമ്മൽ കൊള്ളാമോ? അതിന് കണക്കാക്കി ചെയ്തതാണ് കേട്ടോ. അങ്ങനെ 2 കമ്മൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബെൻറ്റു മാലയുടെ സെറ്റായി കഴിഞ്ഞു. ബ്രേസ്ലെറ്റ് കാണിക്കണ്ടല്ലോ, സെയിമാണ്, കെട്ടെല്ലാം സെയിമാണ്. ഇനിയിപ്പം ഇതിന് ഒരു സെറ്റിൻ്റെ ഒരു കിറ്റായിട്ട് വരുന്ന, നിങ്ങൾക്കിപ്പോൾ ബെൻറ്റൂബിൻ്റെ മാലയൊക്കെയുള്ള സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഓരോ ബോക്സായിട്ടേ കിട്ടത്തുള്ളൂ. ഈ ഒരു ബോക്സിൽ ബെൻറ്റൂബ് എന്ന് പറയുന്ന സാധനം 100 പീസ് കാണും. ഇതുപോലത്തെ 100 എണ്ണം കാണും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം, നമുക്കത് ഒരു നഷ്ടവുമില്ല. ലൂസ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു പീസിന് തന്നെ അവർ 4 രൂപ 5 രൂപയ്ക്ക് ഇട്ടുകളെ. അപ്പം നമുക്കത് നഷ്ടമാണ്. അതിൻ്റെ ആവശ്യമില്ല. ഒരു ബോക്സായിട്ട് വാങ്ങുക. അതൊരു 4 ഹോളും ഒരു ബോക്സായിട്ട് വാങ്ങുക. അത് ഞാൻ പറഞ്ഞില്ല, വൈറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെയും പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഗുങ്കുരു ഗ്രാം വാങ്ങുക. പിന്നെ നമ്മൾക്ക് വേറൊരു ദിവസം നമുക്ക് ഗുങ്കുരു ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം, അതുവരെ ക്ഷമിക്കുക. അപ്പോൾ ഈ പിന്നെ വെർട്ടിക്കൽ മുത്തായാലും ബിന്ദി ബോളായാലും, ബിന്ദി ബോൾ കുറച്ചുകൂടെ നല്ല ഡിസൈൻ ഉള്ളതായിരിക്കും. അപ്പോൾ ആ ബിന്ദി ബോൾ ആണെങ്കിലും ശരി, ഒരു സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. അതിലും കാണും ഒരു 10, 75, 100 അടുപ്പിച്ച് കാണും ബീഡ്സ്. അപ്പോൾ ഇതെല്ലാം ബാലൻസ് ഇരിക്കും. നമ്മുടെ ഉപയോഗം കഴിഞ്ഞാലും ഇതെല്ലാം ബാലൻസുകളായിട്ട് നമുക്ക് ഇരിക്കും. അപ്പം നമുക്ക് എത്ര പേർക്ക് വേണേലും ഉണ്ടാക്കി കൊടുത്തുകൂടെ? നല്ല പൈസ വാങ്ങിക്കാം. പക്ഷേ സെറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 350, അതാണ് എൻ്റെ കണക്ക്. ഞാൻ അതിനാണ് കൊടുക്കാറുള്ളത്. അതിന് വന്നിട്ട് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുമുണ്ട്. സാധനങ്ങളുടെ വില വന്നിട്ട് 350 തന്നെ ആവും. എന്നിട്ട് പ്ലസ് കൊറിയർ ചാർജും ആവും. എന്നാലും നമുക്ക് നഷ്ടമൊന്നുമില്ല. നമുക്കൊരു മാല വിറ്റാൽ തന്നെ നിങ്ങൾ 250 രൂപയ്ക്ക് കൊടുത്താലും നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉള്ളൂ, ഒരു നഷ്ടവുമില്ല. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഫുൾ കാണാതെ കുറേ പേര് അതിനകത്തുള്ള സംഭവം, നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അവർക്കൊരു സംശയത്തിൻ്റെ പേരിൽ, അതുപോലെ ബുക്കിൻ്റെ റേറ്റ് എത്ര, ബുക്ക് എങ്ങനെ കിട്ടും, ഫോൺ നമ്പർ തരുമോ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ അത് ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങൾക്ക് അറിയേണ്ടതും എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്തൂടെ പറയുന്നുണ്ട്. പിന്നെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് അടുത്ത പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം വീഡിയോ കണ്ടിട്ട് മാത്രമേ എന്നെ വിളിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കാവൂ. എല്ലാവരുടെ അടുത്ത് നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. എപ്പോഴെപ്പോഴും നമ്മുടെ അടുത്ത് ഇങ്ങനെ എന്തോ ഈ പറഞ്ഞ് തന്നെ വീണ്ടും ഫോൺ വഴി പറയാമെന്ന് പറയുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരാം. തൽക്കാലം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെളിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ടുള്ള കുറച്ച് ഡിലേ ആകുന്നുണ്ട് ആൾക്കാർക്ക് സാധനങ്ങൾ അയക്കാൻ. അവിടെ ചെല്ലുമ്പോൾ ഈ സാധനങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാവുമെന്ന്, അതുകൊണ്ടൊക്കെ എനിക്കതൊരു പ്രയാസമാണ്. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങൾ ഞാൻ നേരത്തെ തന്നെ ആവശ്യമുള്ളവർക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയാണ് ഇതിൻ്റെ റേറ്റ്. ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക, അത് നമ്മൾ കാണുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. അത് ഞാൻ എൻ്റെ സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും തിരിച്ച് വിളിക്കുന്നുണ്ട്. അത് പലർക്കും അറിയാം ഞാൻ തിരിച്ച് വിളിക്കുന്നുള്ളൂ. അവരും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ തിരിച്ച് വിളിക്കും കേട്ടോ. എനിക്ക് ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട് വേറെയൊക്കെ. എന്നാലും ഞാൻ സമയം കിട്ടുമ്പം ഹസ്ബൻഡ് ഇതുപോലെ കൊണ്ടുതരാൻ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ
ഫോൺ തിരിച്ച് വിളിക്കാറുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് എല്ലാവരും വിളിക്കും. ആരും വിഷമിക്കേണ്ട, താല്പര്യമുള്ളവരെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയാണെങ്കിലും നമ്മൾ നല്ല നല്ല ജ്വല്ലറി ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഇതൊക്കെ ചെയ്ത് നിങ്ങൾ ഉടൻ തന്നെ നോക്കുക. മറ്റുള്ളവർ കണ്ടിഷ്ടപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാവുന്നേ. എത്രയോ വീട്ടിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും ആ കുട്ടികൾക്ക് ഇതൊക്കെ ഇട്ടങ്ങോട്ട് പോകുമ്പോഴത്തേക്ക്. നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ വെളിയിൽ പോയി വാങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതൊന്നും ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ അത് വലിയ നല്ല റേറ്റുമായിരിക്കും. ക്വാളിറ്റി എങ്ങനത്തെ ഒന്നും അറിയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളെല്ലാം നോക്കിയൊക്കെ എടുക്കുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ ഇടുമ്പോഴും ആ വീഡിയോയ്ക്കുള്ള സാധനങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ കിറ്റാക്കി പെട്ടെന്ന് തരാം. എനിക്കിപ്പോൾ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്നിച്ച് പറഞ്ഞ ഒരു 4-5 വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു 3-4 വീഡിയോ ഇട്ടിട്ടില്ലേ. അപ്പോൾ ആ വീഡിയോയിൽ എല്ലാം കൂടി പറയുമ്പോഴത്തേക്ക് എനിക്ക് ആ കൺഫ്യൂഷനാണ്. മൊത്തത്തിൽ ഒരു ഭ്രാന്ത് പിടിക്കുന്നത്. കാരണം ആ കടയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവർക്കും എല്ലാത്തിൻ്റെ ഒന്നും പേരുകളും അറിയത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. അപ്പം നമ്മൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അപ്പോഴിപ്പോൾ ഇടുന്ന വീഡിയോയുടെ കിറ്റ് ചോദിക്കുക. അപ്പോഴും ഞാൻ എനിക്ക് അയക്കാനും പെട്ടെന്ന് പറ്റും, നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ വരുമ്പോൾ ഈ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഒരു 2 ദിവസത്തിനകത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ സാധനങ്ങൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ലോ. പിന്നെ പരിസരത്തുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതും പറയുന്നുണ്ട്. കടകളിൽ ഇങ്ങനത്തെ മെറ്റീരിയൽസിൻ്റെ ഷോപ്പൊക്കെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചോദിക്കണം ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടോ എന്നുള്ളത്. കിട്ടുവാണെങ്കിൽ അത് അവിടെ നിന്ന് വാങ്ങിച്ചോണം. കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ആ സന്തോഷം എന്നെ കൂടെ അറിയിക്കണേ, മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ഇനി എന്നാണ് നമ്മൾ അടുത്ത ബുധനാഴ്ച വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമുക്ക് അന്ന് കാണാം പുതിയ ജ്വല്ലറി ആയിട്ട്. ഓക്കെ, ബൈ.